പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണ് കേരളം എന്നാണ് വിശ്വാസം. ഇതിൽ പരശുരാമൻ നിർമ്മിച്ച 64 ഗ്രാമങ്ങളിലൊന്നാണ് പയ്യന്നൂർ. അങ്ങനെ ബ്രാഹ്മണ്യത്തിൻ്റെ അധിനിവേശത്തിന് സാക്ഷ്യം വഹിച്ച ഭൂമിയാണിത്. കൂടാതെ കലാപാരമ്പര്യത്തിൻ്റെ പ്രൗഢിയും പയ്യന്നൂരിന് സ്വന്തം. ആക്രമണകാലത്തിന് ശേഷം ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു. അന്നത്തെ പുനരുദ്ധാരണത്തിലാണ് പവിത്രമോതിരം ആദ്യമായി ഉപയോഗിച്ചതെന്നാണ് വിശ്വാസം. പയ്യന്നൂർ പവിത്രമോതിരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുതയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ പരിപൂർണമായി നശിച്ച പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പിന്നീട് പുനഃപ്രതിഷ്ഠ കർമ്മവേളയിൽ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായി സ്വർണം കൊണ്ട് പവിത്രമോതിരം ഉണ്ടാക്കിയത്. സാധാരണയായി ബ്രാഹ്മിൻസ് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ ദർഭയുടെ പവിത്രം കെട്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യാറ്. അപ്പോൾ രാവിലെ, ഉച്ച, വൈകുന്നേരം ഈ 3 നേരത്തെ പൂജയ്ക്ക് വേണ്ടി ദർഭ പറിച്ച് കെട്ടുക എന്നുള്ള പ്രായോഗിക വിഷമം ഉള്ളതുകൊണ്ടും, അതുപോലെ തന്നെ ദർഭ പറിച്ച് കെട്ടി പവിത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ ടൈറ്റായിട്ടൊന്നും വിരലിൽ ഉപയോഗിക്കാൻ കഴിയില്ല, വളരെ ലൂസായിട്ടായിരിക്കും. അപ്പോൾ ഈ പുണ്യാഹം ഒക്കെ ഈ തളിക്കുമ്പോൾ അത് ഭൂമിയിൽ വീണു പോയാൽ ഭൂമി ദേവിയുടെ ശാപം ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ 3 നേരം പറിച്ചു കെട്ടുക എന്നുള്ള ഇതും, അതുപോലെ തന്നെ ദർഭ ഭൂമിയിൽ വീണാൽ ഭൂമി ദേവിയുടെ ശാപമുണ്ട്. ഈ 2 കാര്യത്തെ മറികടക്കാൻ വേണ്ടിയാണ് സ്വർണം കൊണ്ട് പവിത്രമോതിരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പവിത്രമെന്നാൽ വിശുദ്ധമായ സങ്കല്പമാണ്. ബ്രാഹ്മണ പൂജാവേളയിൽ കയ്യിലണിയുന്നതാണ് പവിത്രമോതിരം. സാധാരണയായി ദർഭപ്പുല്ലുകൊണ്ടാണ് പവിത്രമോതിരം നിർമ്മിക്കുന്നത്. ഇത് താൽക്കാലികമായ ഒരു സംവിധാനമാണ്. ദർഭപ്പുല്ല് പ്രത്യേക രീതിയിൽ വളച്ച് മോതിരവിരലിൽ അണിയുന്നു. പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലുമുള്ള പൂജാവേളയിൽ ദർഭ കൊണ്ട് മോതിരം അണിയണം. ഇതിലെ പ്രായോഗിക വൈഷമ്യമാവണം പവിത്രമോതിരത്തിൻ്റെ പിറവിക്ക്
സാഹചര്യമൊരുക്കിയത്. ദർഭപ്പുല്ല് തറയിൽ വീണാൽ ഭൂമിദേവി കോപിക്കും എന്നൊരു വിശ്വാസം വ്യാപകമാണ്. ഇത്തരം പ്രതിസന്ധികളെ കാലം കലാത്മകമായി മറികടന്നതിൻ്റെ ഫലമാണ് പയ്യന്നൂർ പവിത്രം. കൊല്ലവർഷം 1011 ഞങ്ങളുടെ പൂർവികരായ ചൊവ്വാട്ടുവളപ്പിൽ കേളപ്പൻ പെരുന്തട്ടാൻ എന്ന സ്വർണ്ണപ്പണിക്കാരനാണ് ആദ്യമായി പവിത്രമോതിരം ഉണ്ടാക്കിയത്. പിന്നീട് പരമ്പരാഗതമായി പവിത്രമോതിരം ഉണ്ടാക്കുകയും പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പേരും നാളും പറഞ്ഞ് പൂജിച്ച് വിരൽ ഉപയോഗിക്കുന്നവരാണ് 95% ആൾക്കാർ. എന്നാൽ ബാക്കി 5% അതിൻ്റെ കലാമൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിരലിൽ ഒരു സാധാരണ മോതിരം ധരിക്കുന്നത് പോലെ ധരിക്കാറുണ്ട്. പയ്യന്നൂർ പവിത്രമോതിരത്തിൻ്റെ പ്രശസ്തി ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഞങ്ങളുടെ പിതാവ് ക്വിറ്റ് ഇന്ത്യ സമര സേനാനി CV കുഞ്ഞമ്പുസ്രാഫിൻ്റെ കാലത്താണ്. ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച നിരവധി പവിത്രമോതിരങ്ങൾ ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാരുടെ വിരലിൽ തിളങ്ങുന്നവയായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തും അദ്ദേഹം ഉണ്ടാക്കിയ പവിത്രമോതിരം എത്തിച്ചേർന്നിട്ടുണ്ട്. വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരാണ് പരമ്പരാഗതമായി ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. കൃത്യമായ വ്രതാനുഷ്ഠാനത്തോടുകൂടി മാത്രമേ പവിത്രം നിർമ്മിക്കാൻ പാടുള്ളൂ എന്ന് പഴമക്കാർ പറയുന്നു. കൊല്ലവർഷം 1011 ചൊവ്വാട്ടുവളപ്പിൽ കേളപ്പൻ പെരുന്തട്ടാനാണ് ആദ്യമായി പവിത്രം നിർമ്മിച്ചത്. സ്ത്രീകൾക്ക് വളയിലും പുരുഷന്മാർക്ക് മോതിരത്തിലും ഇത്തരം പവിത്രക്കെട്ട് ചെയ്യുന്നു. പയ്യന്നൂർ പവിത്രം ഉപയോഗിക്കുന്നതിലൂടെ വിഭാവനം ചെയ്യപ്പെടുന്നത് ചിട്ടയായ ജീവിതമാണ്. ഒരലങ്കാരം എന്നതിലുപരി ഭൗതികവും ആത്മീയവുമായ വിശുദ്ധിയുടെ പ്രതീകമാണ് പവിത്രം. ഇത് ധരിക്കുന്നവർ മദ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. പവിത്രമോതിരം ധരിക്കുന്നവർ സാധാരണയായി മത്സ്യമാംസങ്ങൾ, മദ്യം, പുകബലി എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പവിത്രമോതിരം നിർമ്മിക്കുന്നവർക്കും ഈ നിബന്ധനകളൊക്കെ പാലിക്കേണ്ടതാണ്. സാധാരണയായി പവിത്രമോതിരം ധരിക്കുന്നവർ ഇത്തരം ശീലങ്ങളിലേക്ക്, നല്ല ശീലങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് മിക്ക ആൾക്കാരും പവിത്രമോതിരം ധരിക്കുന്നത്. ദുശ്ശീലങ്ങളൊക്കെ മാറ്റി നല്ലൊരു പവിത്രമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പവിത്രമോതിരം ധരിച്ചുകൊണ്ട് തന്നെ ഇത്തരം ചിട്ടകൾ പാലിക്കാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ തയ്യാറായിട്ടുള്ളവർക്കൊക്കെ മനസ്സമാധാനം ഉണ്ടായിട്ടുണ്ട്, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു സയൻസ് തന്നെ അടങ്ങിയിട്ടുണ്ട്.
സാധാരണയായി പവിത്രമോതിരം ധരിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ചിട്ടകൾ പ്രകാരം ഇനി മോതിരം ഇല്ലാതെ തന്നെ പാലിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിൽ ഒക്കെ വമ്പിച്ച മാറ്റം ഉൾക്കൊള്ളാറുണ്ട്. അതായത് നമ്മുടെ രക്തത്തിലെ അമ്ല ക്ഷാരാംശ റേഷ്യോ 20:80 എന്ന തോതിൽ നിലനിന്നാൽ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ടെൻഷനുകളും മറ്റ് മാനസിക സംഘർഷങ്ങളും ഒക്കെ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ മനുഷ്യൻ്റെ രോഗ അവസ്ഥയിൽ നിന്ന് മുക്തി നേടാനുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു മാർഗവും കൂടിയാണ്. ഒരു പവിത്രക്കെട്ടിന്റെ നിർമ്മാണത്തിനായി 3 ദിവസത്തെ അതിസൂക്ഷ്മമായ ജോലി ആവശ്യമാണ്. ഇവിടെ മനസ്സും കണ്ണും കൈയും ഏകാഗ്രമാക്കുന്ന ഒരു കലാസൃഷ്ടി തന്നെയാണ് പവിത്രത്തിന്റെ നിർമ്മാണം. ആത്മീയതയുടെ അവലോകനം പയ്യന്നൂർ പവിത്രത്തെ പവിത്രമാക്കി മാറ്റുന്നു. മോതിരം ഉണ്ടാക്കുന്നത് സാധാരണയായി നല്ല ശുദ്ധ സ്വർണം, അതായത് 22 കാരറ്റ് സ്വർണമാണ്. അതിൽ വേറെ സൂത്രവിദ്യകളൊന്നും തന്നെ ഇല്ല. ഇതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട ചില ആനുപാതികം ആണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. പവിത്രമോതിരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി പവിത്രക്കെട്ട്, അതായത് ഈ പവിത്രക്കെട്ടിനെയാണ് പവിത്രമോതിരം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. പിന്നീട് ആ കെട്ടിൻ്റെ 4 ഭാഗങ്ങളിലായി സപ്തർഷികളെ ഉദ്ദേശിച്ചുകൊണ്ട് 7 മുത്തരികൾ, അതായത് സ്വർണം കൊണ്ടുള്ള തരികൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രിമൂർത്തികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ 3 സ്വർണ്ണത്തരികൾ വേറെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അറ്റത്ത് 4 സ്വർണ്ണത്തരികൾ വേറെയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോന്നിനെ പ്രതിനിധീകരിച്ചും അതിൻ്റെ പ്രതീകമായും ആണ്. ഒരു കാലത്ത് വിശ്വാസത്തിന്റെ വിശുദ്ധിയിൽ മാത്രമായിരുന്നു പയ്യന്നൂർ പവിത്രത്തിന്റെ സ്ഥാനം. എന്നാൽ നമ്മുടെ സാംസ്കാരിക സ്വത്വത്തെ ആർഭാടമാക്കി അതിൻ്റെ പുറംമോടിയിൽ മാത്രം അഭിരമിക്കുന്ന അഭിനവ സംസ്കാരം പയ്യന്നൂർ പവിത്രത്തെയും കീഴടക്കി കഴിഞ്ഞു. അതുകൊണ്ട് പവിത്രക്കെട്ട് ഒരു വിപണന വസ്തുവായി മാറുന്ന പ്രവണത സജീവമാകുന്ന കാഴ്ചയാണ് ഇന്നുള്ളത്. ഇങ്ങനെ കാലമേൽപ്പിക്കുന്ന കളങ്കം ഇതിൻ്റെ തിളക്കം കുറയ്ക്കുന്നില്ല. എന്തെന്നാൽ വിശ്വാസത്തിൻ്റെ ഉലയിൽ ഊതിക്കാച്ചിയ സാംസ്കാരിക തനിമയുടെ ഭാഗമാണ് പയ്യന്നൂർ പവിത്രം.